ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യ വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475229077. എലഗന്റ് റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ് നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. എലഗന്റ് റെസ്റ്റോറന്റ്, ഗെറ്റ് മോർ ഓഫ് വാട്ട് യു റിയലി വാണ്ട്. ഏനാത്തുപാലത്തിൽ പട്ടാളം വന്നു. ലൈവ് വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഒടുവിൽ പാലത്തിൽ പട്ടാളം ഇറങ്ങുന്നു. ഏനാത്ത് ബെയിലി പാലം നിർമ്മിക്കാനുള്ള പരിശോധനയ്ക്കായി സൈന്യമെത്തി. പട്ടാള പാലത്തിനായി വിയർപ്പൊഴുക്കിയത് കൊടിക്കുന്നിൽ സുരേഷ് MP. മരമൺ കൺവെൻഷന് നാളെ തുടക്കം. കൺവെൻഷനിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഭാഷകരെത്തും. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് താലൂക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ. പുനലൂർ താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പ് മെയ് 13-ന്. വാർത്തകൾ വിശദമായി. ഒടുവിൽ ഏനാത്ത് പട്ടാളം പാലം നിർമ്മിക്കുന്നതോടെ 1 മാസം നീണ്ട യാത്ര ദുരിതത്തിനാകും പരിഹാരമാവുക. ബംഗളൂരുവിൽ നിന്നുള്ള സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പാലത്തിലെത്തി പരിശോധന നടത്തിയത്. MC റോഡിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന് സൈന്യം അന്തിമ രൂപം നൽകി. വൺ വേ ആയിട്ടായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക. മിനി ലോറികൾ, ആംബുലൻസ് എന്നീ വാഹനങ്ങൾക്ക് വരെ കടന്നുപോകുവാൻ ശേഷിയുള്ള പാലത്തിന്റെ രൂപരേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പഴയ പാലത്തിന് സമീപമുള്ള കടവിലാണ് പാലം താൽക്കാലികമായി നിർമ്മിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ബ്രിഡ്ജ് ചീഫ് ഇൻസ്ട്രക്ടർ ലഫ്റ്റനന്റ് കേണൽ രവി രാജേന്ദ്രൻ പറഞ്ഞു. We got a request from the civil administration, that is a Kerala department, to our headquarter, which is in Chennai, headquarter Dakshin Bharat area, stating that there is a bridge in access Kotarakara to Adur. Had some problem, the traffic has been stopped. Based on this input, we got a direction from higher headquarter to carry out the feasibility study and that on-site investigation of that existing structure. Now we worked with the project director, Mr. Satishan. We saw the existing bridge status. Now we are from their requirement is we have to provide some alternate connectivity. Based on the site inspection, we have collected the technical details. We will work out the detail. Then with the approval from our higher headquarter, what the best solution we can work on. Because there are 2-3 factors, particularly in monsoon season. We saw the photographs, the water level goes even 20 to 40 feet from now.
For that, we have to consider various stability and safety issues. Once we will discuss, and still my reconnaissance is going on. Once we collect all the technical detail, we will work out. സാദാ ബെയിലി പാലം നിർമ്മിച്ചാൽ കാൽനട മാത്രമേ സാധ്യമാകൂ എന്നുള്ളതുകൊണ്ട് ക്ലാസ് 40 ടൺ വിഭാഗത്തിലുള്ള പാലമാണ് വേണ്ടതെന്ന് കാട്ടി പൂർവ്വസേനാ പരിഷത്ത് പ്രവർത്തകർ നിവേദനങ്ങൾ സൈന്യത്തിന് നൽകിയിരുന്നു. മിലിറ്ററിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ആസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ 8:30 സംഘം ഏനാത്തുപാലം സന്ദർശിച്ചത്. KSDP പൊതുമരാമത്ത് വിഭാഗം എഞ്ചിനീയർമാരും ഒപ്പമുണ്ടായിരുന്നു. പഴയ പാലം നിന്നിരുന്ന സ്ഥലത്ത് ബെയിലി പാലം നിർമ്മിക്കണമെന്ന KSDPയുടെ അഭിപ്രായം പരിഗണിച്ച് ഇവിടെ പരിശോധന നടത്തിയെങ്കിലും അനുയോജ്യമല്ല എന്നതിനാൽ സമീപത്തുള്ള കടവിൽ പണിയാൻ തീരുമാനിക്കുകയായിരുന്നു. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു പരിശോധന. പുതിയ പാലത്തിൽ നിന്ന് 50 മീറ്റർ മാറി പഴയ ഏനാത്ത് ജംഗ്ഷൻ റോഡിൽ എത്തും വിധമാണ് നിർമ്മാണം. പഴയ പാലത്തിന്റെ കോൺക്രീറ്റിലെ ബലക്ഷയവും ഉയരക്കൂടുതലും കാലാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങളുമാണ് പുതിയ സ്ഥലം കണ്ടെത്താൻ സൈന്യത്തെ പ്രേരിപ്പിച്ചത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉയരക്കൂടുതലുമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. കൊട്ടാരക്കരയിൽ ക്യാമ്പ് ഓഫീസ് തുറന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കാനാണ് സൈന്യം പദ്ധതിയിടുന്നത്. സംഘം തയ്യാറാക്കിയ വിദഗ്ധ റിപ്പോർട്ട് സൈനിക ആസ്ഥാനത്തിനും ഉടൻ തന്നെ കൈമാറും. ഇവിടെ നിന്നും റിപ്പോർട്ട് പ്രതിരോധ മന്ത്രിക്ക് കൈമാറി അംഗീകാരം നൽകുന്നതോടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് സംഘം പറഞ്ഞു. അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് പാലം നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ എത്തിക്കും. സംസ്ഥാന സർക്കാരിന് ഏറ്റവും വലിയ മുതൽ മുടക്കില്ലെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. ആകെ ബാംഗ്ലൂരിൽ നിന്ന് സാധനം എത്തിക്കുന്നതിനുള്ള സിവിൽ ട്രക്കിന്റെ വാടകയും നിർമ്മാണത്തിന് എത്തുന്ന സൈനികർക്ക് താമസിക്കാനും ഭക്ഷണത്തിനുമുള്ള സൌകര്യവും ഒരുക്കണം. 2 ആഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. ഇതോടെ ഇതുവഴിയുള്ള യാത്രാക്ലേശത്തിന് താൽക്കാലിക പരിഹാരമാകും. ഇല്ലെങ്കിൽ പഴയ പാലം നിർമ്മാണത്തിനായി അടയ്ക്കുന്നതോടെ കാൽനട പോലും അസാധ്യമാകുമായിരുന്നു. യുദ്ധസമയങ്ങളിൽ പാലങ്ങൾ തകർക്കുമ്പോൾ മിലിറ്ററി വാഹനങ്ങൾ കടന്നുപോകാൻ വേണ്ടിയാണ് സൈന്യം ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഏനാത്ത് ബെയിലി പാലം നിർമ്മിക്കുന്നതോടെ ലക്ഷക്കണക്കിന് ആളുകളുടെ യാത്രാ ദുരിതത്തിനാകും പരിഹാരമാവുകയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ ശ്രമഫലമായാണ് ഏനാത്ത് ബെയിലി പാലത്തിനുള്ള സാധ്യതകൾ വേഗത്തിലായത്. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള സൈന്യത്തിന്റെ ടെക്നിക്കൽ വിഭാഗം ഏനാത്ത് പരിശോധന നടത്തിയത്. ലക്ഷക്കണക്കിന് യാത്രക്കാരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആർമിയുടെ സഹായത്തോടെ ബെയിലി പാലമോ മറ്റ് സംവിധാനമോ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അഭ്യർത്ഥന പ്രകാരം കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള സൈന്യത്തിന്റെ ടെക്നിക്കൽ വിഭാഗം ഇവിടെ നിന്ന് എത്തിച്ചേർന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏനാത്ത് പാലം തകരാറിലായത് മൂലം ഇതുവഴി കടന്നുപോകുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾ പ്രതിസന്ധിയിലാണ്. ഈ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ദൈനംദിന ജീവിതം തന്നെ താറുമാറായിരിക്കുകയാണ്. 10,000-കണക്കിന് യാത്രക്കാരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ആർമിയുടെ സഹായത്തോടുകൂടി ബെയിലി പാലം, അതല്ലെങ്കിൽ അതിന് സമാനമായ ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ കാറുകൾ, ജീപ്പ്, ഓട്ടോറിക്ഷ, മിനി വാനുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെങ്കിലും കടന്നു പോകാത്ത രീതിയിലുള്ള ഒരു ബദൽ സംവിധാനമാണ് ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സർക്കാരിന്റെ മുന്നിലും കേന്ദ്ര സർക്കാരിന്റെ മുന്നിലും ജനപ്രതിനിധിയുടെ മുന്നിലും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ്. ഇപ്പോൾ കേടുപാട് പറ്റിയ പാലം എന്നത്തേക്ക് പണി പൂർത്തിയാക്കുമെന്ന് ഒരു നിശ്ചയമില്ല. 6 മാസം എന്ന് പറയുന്നു, 1 വർഷം എന്ന് പറയുന്നു, ചിലപ്പോൾ അതിൽ കൂടുതലും പോയേക്കാം. ഇത്രയും കാലം ഈ നാട്ടിലെ ജനങ്ങളും ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാരും അനുഭവിക്കേണ്ടി വരുന്ന ദുരിതപൂർണമായ യാത്രാക്ലേശം, അതിന് പരിഹാരമുണ്ടാകുക ഒരു നടപ്പാലം അല്ല എന്നുള്ളതാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. നടപ്പാലം കൊണ്ട് അതിന് പ്രയോജനം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് അത് ഗുണം ചെയ്യില്ല. അതുകൊണ്ടാണ് കരസേനയുടെ സഹായത്തോടുകൂടി ബെയിലി പാലമോ അല്ലെങ്കിൽ കരസേനയ്ക്ക് ചെയ്യാൻ കഴിയുന്ന സമാന്തരമായ പാലമോ വേണമെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കേന്ദ്ര മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം, കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി മനോഹർ പരീക്കറിന്റെ നിർദ്ദേശപ്രകാരം, സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്രകാരമാണ് സേനയുടെ ടെക്നിക്കൽ വിഭാഗം ഇവിടെ വന്നിരിക്കുന്നത്. അവര് കഴിഞ്ഞ ഏനാത്ത് പുതിയ പാലം പണിയുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന പഴയ പാലം പൊളിച്ച ഭാഗവും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സമാന്തര റോഡ് ഉണ്ടായ ഭാഗവും പരിശോധിക്കുന്നുണ്ട്. ഇതിൽ എവിടെയാണ് ആപ്ലിക്കബിൾ ആകുന്നത് അല്ലെങ്കിൽ എവിടെയാണ് പാലം താൽക്കാലികമായി ഉണ്ടാക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധന അവർ നടത്തും. അതിനെ KSTPയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും അതിന്റെ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരും ഇവരോടൊപ്പം ഉണ്ട്. അപ്പോൾ അവർ പരിശോധിച്ചിട്ട് എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിനും അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന ഗവൺമെന്റും പ്രതിരോധ മന്ത്രാലയവും കൂടിയാലോചിച്ച് തീരുമാനം വരിക. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്ന കരസേനയുടെ ടെക്നിക്കൽ വിഭാഗം, അതായത് എഞ്ചിനീയറിംഗ് വിഭാഗം
നടത്തുന്ന പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഒരു നടപ്പാലമല്ല ജനം ആഗ്രഹിക്കുന്നത്, മറിച്ച് ചെറിയ വാഹനങ്ങൾ കടന്നുപോകാൻ സാധിക്കുന്ന ഒരു പാലമാണ്. അതിനാലാണ് കരസേനയുടെ സഹായത്തോടെ ബെയിലി പാലമോ മറ്റ് സംവിധാനമോ നിർമ്മിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ബാംഗ്ലൂർ ബ്രിഡ്ജ് ചീഫ് ഇൻസ്ട്രക്ടർ കേണൽ രവി രാജേന്ദ്രനുമായിട്ടും KSDP ചീഫ് എഞ്ചിനീയർ സതീഷുമായും കൊടിക്കുന്നിൽ സുരേഷ് MP ചർച്ച നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് താലൂക്ക് ഹയർ സെക്കൻഡറി സ്കൂളായി മാറി. ശനിയാഴ്ച ചേർന്ന പൊതുയോഗത്തിലാണ് സ്കൂളിന്റെ പേര് മാറ്റാൻ തീരുമാനമായത്. താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പ് മെയ് 13 നടത്താനും പൊതുയോഗത്തിൽ തീരുമാനമായി. താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പ്, കണക്കവതരണം, തുടർ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ അജണ്ടകളുമായാണ് പുനലൂർ താലൂക്ക് സമാജത്തിന്റെ വിശേഷാൽ പൊതുയോഗം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിളിച്ചു ചേർത്തത്. താലൂക്ക് സമാജം പ്രസിഡന്റ് NP ജോൺ അധ്യക്ഷനായ യോഗത്തിൽ സമാജം സെക്രട്ടറി അശോക് B വിക്രമൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന സ്കൂളുകൾക്ക് ബോയ്സ് സ്കൂൾ, ഗേൾസ് സ്കൂൾ എന്ന പേരിനോടൊപ്പം പാടില്ലെന്ന ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശത്തെ തുടർന്ന് അപ്രകാരമുള്ള സ്കൂളുകളുടെ പേരുകളിൽ അടിയന്തരമായി മാറ്റം വരുത്തണമെന്ന സർക്കാർ ഉത്തരവുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തിയ പുതിയ പേർ ഉൾപ്പെടുത്തി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ മാനേജരോട് വിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെട്ടു. താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേര് നൽകിയ ഒരു സത്യവാങ്മൂലം മാനേജർ സമർപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഉത്തരവ് സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഈ പേര് മാറ്റ നടപടിക്ക് ഈ യോഗത്തിന്റെ അംഗീകാരം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റിപ്പോർട്ടിന്മേൽ സമാജം അംഗങ്ങളുടെ വിശദമായ ചർച്ചയും നടന്നു. ചുരുങ്ങിയ ഭരണകാലയളവിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവച്ച താലൂക്ക് സമാജം ഭാരവാഹികളെ അംഗങ്ങളിൽ ഭൂരിഭാഗവും അഭിനന്ദിച്ചു. താലൂക്ക് സമാജത്തിന് കീഴിലുള്ള ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേര് നിയമപ്രശ്നങ്ങൾ പരിഗണിച്ച് താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് മാറ്റുവാൻ യോഗത്തിൽ തീരുമാനമായി. കൂടാതെ താലൂക്ക് സമാജത്തിന്റെ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് മെയ് 13 നടത്തുവാനും പൊതുയോഗം തീരുമാനിച്ചു. താലൂക്ക് സമാജം മാനേജർ N മഹേശൻ, സമാജം ഭാരവാഹികളായ K വിജയകുമാർ, CB വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം തർക്കങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ പുനലൂർ താലൂക്ക് സമാജം പൊതുയോഗം നടന്നതും ഏറെ ശ്രദ്ധേയമായി. ലൈവ് വാർത്ത, പുനലൂർ. ലോകപ്രശസ്തമായ മാരാമൺ കൺവെൻഷന് ഞായറാഴ്ച തുടക്കമാകും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആത്മീയ പ്രഭാഷകർ കൺവെൻഷനിൽ പ്രസംഗിക്കും. 121 വർഷങ്ങൾക്ക് മുമ്പ് മാരാമൺ മണപ്പുറത്ത് വിശ്വാസികളുടെ ഒരു ചെറിയ കൂട്ടായ്മയായാണ് മാരാമൺ കൺവെൻഷന് തുടക്കമിട്ടത്. പിന്നീട് ഓരോ വർഷവും വിശ്വാസികളുടെ വരവ് ഏറിയതോടെ മാരാമൺ കൺവെൻഷൻ ലോക പ്രശസ്തമായി. 100,000 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന പ്രത്യേക ഓലപ്പന്തലാണ് മണപ്പുറത്ത് ഒരുക്കിയിട്ടുള്ളത്. പമ്പയാറിന് കുറുകെ 3 താൽക്കാലിക പാലങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജലദൌർലഭ്യം പരിഹരിക്കാൻ ആറ്റിൽ മണൽച്ചാക്കുകൾ അടുക്കി പ്രത്യേക തടയണയും സജ്ജീകരിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദ കൺവെൻഷനാകും ഇത്തവണത്തേത്. കൺവെൻഷനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. 100,000 പേർക്ക് ഇരിക്കാവുന്ന ക്രമീകരണമാണ് ഈ പന്തലിനകത്ത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പ്രത്യേകമായി ഈ പന്തലിന്റെ അല്ലെങ്കിൽ ഈ മാരാമൺ കൺവെൻഷൻ പ്രദേശത്തെ ഒരു പ്രത്യേകതയാണ്, പൂർണ്ണമായി പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു പ്രദേശമായിട്ടാണ് ഞങ്ങൾ ഇതിനെ നടത്തപ്പെടുന്നത്. ഫ്ലെക്സുകളെല്ലാം പൂർണ്ണമായി മാറ്റിക്കൊണ്ട്, അതുപോലെ പ്ലാസ്റ്റിക്കുകൾ മാറ്റിക്കൊണ്ട്, അഥവാ പ്ലാസ്റ്റിക്കുകൾ ഇവിടെ ഈ പ്രദേശത്തെത്തിയാൽ, ഈ നഗറിലെത്തിയാൽ അതിനെ ഉടനെ തന്നെ അതിനെ മാറ്റുവാനുള്ള ക്രമീകരണം ഇവിടെ ചെയ്തു വരുന്നു. പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് ശുദ്ധജലം നൽകുവാനുള്ള ഒരു ക്രമീകരണം ഈ പ്രാവശ്യം ആദ്യമായി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ എത്തപ്പെടുവാൻ KSRTCയും റെയിൽവേ ഒക്കെ പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റ് സർക്കാരിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും ഈ കൺവെൻഷന് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. അവരുടെ ക്രമീകരണങ്ങളെല്ലാം അവർ ഈ സമയം കൊണ്ട് ചെയ്തു തീർത്തിരിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മാർത്തോമാ സഭ വലിയ മെത്രോപൊലിത്ത മാർ ക്രിസോസ്റ്റം പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. മാർത്തോമാ സഭ മേലധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രോപൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ യുയാക്കിം മാർ കുറിലോസ് എപ്പിസ്കോപ്പ, ദക്ഷിണാഫ്രിക്കൻ സുവിശേഷ പ്രാസംഗികൻ ബിഷപ്പ് എഡ്വേർഡ് മുകുന്ദലേലി റാമലോണ്ടി, അമേരിക്കൻ ആത്മീയ പ്രഭാഷകൻ ക്ലിയോഫസ് ജെ ലാറു, UK നിന്നുള്ള ലോർഡ് ഗ്രിഫിറ്റ്സ്, ജോർജ് വർഗീസ് പുന്നക്കാട് എന്നിവരാണ് ഈ വർഷത്തെ പ്രധാന പ്രാസംഗികർ. പൊതുയോഗങ്ങൾക്ക് പുറമെ പ്രത്യേക ബൈബിൾ ക്ലാസുകൾ, ബോധവൽക്കരണ സെമിനാറുകൾ, സമ്മേളനങ്ങൾ, കുടുംബവേദികൾ, മദ്യനിർജ്ജന കൂട്ടായ്മകൾ, സംഗീത വിരുന്ന് എന്നിവയും നടക്കും. 18-ന് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്തയുടെ ജന്മശതാബ്ദി സമ്മേളനവും നടക്കും. കൺവെൻഷന്റെ ഭാഗമായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാരാമണിലേക്ക് പ്രത്യേക ബസ് സർവീസുകളും ഉണ്ടാകും. കൺവെൻഷൻ 19-ന് സമാപിക്കും. ലൈവ് വാർത്ത, പത്തനംതിട്ട. തിരുവനന്തപുരം കിൻഫ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻഫീൽഡ് കപ്സും സ്പോർട്സ് നെറ്റ്വർക്കിംഗ് നെതർലൻഡും സംയുക്തമായി പുനലൂരിൽ ആദ്യമായി യൂറോപ്യൻ ഫുട്ബോൾ പരിശീലന കളരി ആരംഭിക്കുന്നു. പുനലൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ UFA A ലൈസൻസ്ഡ് കോച്ചുമാരുടെ നേതൃത്വത്തിൽ ശനി, ഞായർ ദിവസങ്ങളിൽ പരിശീലനം.
6 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. GFCയുടെ വിവിധ പ്രോഗ്രാമുകളായ കപ്പ് സോക്കർ ലീഗ്, ഡിസ്ട്രിക്ട് ടീം, റെഗുലർ ട്രെയിനിംഗ് പ്രോഗ്രാം എന്നിവയുടെ ഭാഗമാകാൻ സുവർണാവസരം. ഏപ്രിലിൽ നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് വൊക്കേഷണൽ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലെവൽ 1 ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നെതർലൻഡിൽ തുടർ പരിശീലനത്തിന് അവസരം. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 9072590001 9072590002. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകല, പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നവകേരളീയം കുടിശ്ശിക നിവാരണം 2017 പുനലൂർ സർവീസ് സഹകരണ ബാങ്കിൽ വിവിധ ദിവസങ്ങളിലായി നടക്കും. സഹകാരികൾക്ക് വിപുലമായ ഇളവുകളോടെയാണ് കുടിശ്ശിക നിവാരണ പരിപാടി നടക്കുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ആളുകൾ ലോണെടുത്ത് കുറേയൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, അസുഖങ്ങൾ വന്നിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആശ്വാസം എന്ന നിലയിൽ ഗവൺമെന്റ് എടുത്തുള്ള നടപടിക്രമം പൂർണ്ണമായും പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് വഴി പുനലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള അദാലത്തുകൾ നടത്താനാണ് തീരുമാനിച്ചത്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കുടിശ്ശിക നിർമ്മാർജ്ജന പദ്ധതിയായ നവകേരളീയം കുടിശ്ശിക നിവാരണം 2017 പുനലൂർ സർവീസ് സഹകരണ ബാങ്കിൽ വിവിധ ദിവസങ്ങളിലായാകും നടക്കുക. ഹെഡ് ഓഫീസിൽ വെച്ച് 13, 14 തീയതികളിലും മണിയാർ എക്സ്റ്റൻഷൻ കൌണ്ടറിൽ 16-നും ടൗൺ ബ്രാഞ്ചിൽ 22-നും അദാലത്ത് നടക്കും. 27-നാകും കലയനാട് ബ്രാഞ്ചിലെ കുടിശ്ശിക നിവാരണ പരിപാടി നടക്കുക. ആർബിട്രേഷൻ എക്സിക്യൂഷൻ നടപടികളിലിരിക്കുന്ന ഫയലുകളിൽ 23-ന് ഹെഡ് ഓഫീസിലും 28-ന് കലയനാട് ബ്രാഞ്ചിലും സഹകരണ അദാലത്ത് നടക്കും. കൂടാതെ മാർച്ചിൽ ഹെഡ് ഓഫീസിൽ വെച്ച് മെഗാ അദാലത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2017 ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. 2017 ഡിസംബർ 31 വരെ കുടിശ്ശികയായ വായ്പകൾ പദ്ധതിയിൽ പരിഗണിക്കും. കാലാവധിക്കുള്ളിൽ വായ്പ കൃത്യമായി അടച്ചു തീർക്കുന്നവർക്ക് 10% പലിശ തുക ഇളവും ലഭിക്കും. വായ്പ എടുത്തതിനു ശേഷം മരണപ്പെട്ടവർ, മാരകരോഗം ബാധിച്ചവർ, കിടപ്പ് രോഗികൾ എന്നിവരുടെ വായ്പ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഇളവുകളും ഉണ്ടാകും. വായ്പാ കണക്ക് അവസാനിപ്പിക്കുന്നവർക്ക് പുതിയ വായ്പയ്ക്കും അവസരമൊരുക്കും. അദാലത്തുകളിൽ പങ്കെടുത്ത് ഇളവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വായ്പാ കുടിശ്ശിക അടച്ചു തീർക്കണമെന്ന് ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ, സെക്രട്ടറി നൌഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. പത്തനാപുരം KSEB ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ടായ്മയിൽ 3 നിർധന കുടുംബങ്ങളിൽ വെളിച്ചമെത്തി. ഇടതുപക്ഷ സർവീസ് സംഘടനയായ KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിലാണ് വാഴപ്പാറയിലെ നിർധന കുടുംബങ്ങൾ വൈദ്യുതീകരിച്ചത്.
പത്തനാപുരം ഇലക്ട്രിക് സെക്ഷനിലെ ജീവനക്കാരുടെ സംഘടനയായ വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിലാണ് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വാഴപ്പാറ വാർഡിലുള്ള 3 നിർധന കുടുംബങ്ങളിൽ സൌജന്യമായി വൈദ്യുതി എത്തിച്ചത്. വയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്തതും ജീവനക്കാർ തന്നെയാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജീബ് മുഹമ്മദ് നിർവഹിച്ചു. CITU യൂണിയൻ സർക്കാരിന്റെ ഒരു പരിപാടി നടപ്പിലാക്കാൻ വേണ്ടി അവരുടെ പോക്കറ്റിൽ നിന്ന് അവരുടെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുത്ത് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയല്ല, നല്ലപോലെ പരസ്യം കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം ഇത് ഒരു സർക്കാർ പരിപാടിയല്ല, സർക്കാർ സ്പോൺസേഡ് പരിപാടിയുമല്ല. ഈ പ്രവർത്തിക്കുന്ന യൂണിയനിലെ ജീവനക്കാർ അവരുടെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുത്ത് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവരുടെ പ്രതിബദ്ധതയാണ് ഞാൻ തെളിയിക്കുന്നത്. സാധാരണ കറണ്ട് പോകുമ്പോൾ നമ്മൾ ചീത്ത വിളിക്കുന്ന ഇലക്ട്രിസിറ്റിക്കാരെയാണ്. അതല്ല, അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് തെളിയിക്കുന്ന ഒരു പരിപാടി കൂടിയാണിത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം നജുമുനിസ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AB അൻസാർ എന്നിവർ ഓരോ വീടിന്റെ വൈദ്യുതീകരണ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നിരവധി പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു. വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീബ ബിബി അധ്യക്ഷയായിരുന്നു. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായാണ് സൌജന്യമായി നിർധന കുടുംബങ്ങളിൽ വൈദ്യുതി എത്തിക്കാൻ ജീവനക്കാർ മുൻകൈയെടുത്തത്. വാഴപ്പാറ കനാൽ പുറമ്പോക്കിൽ താമസക്കാരായ ദേവകി, രാജി, ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവരുടെ വീടുകളിലാണ് വൈദ്യുതിയുടെ വെളിച്ചം എത്തിയത്. കറണ്ട് കിട്ടി, സന്തോഷമായി, തൃപ്തിയായി. ഇനി എനിക്ക് പെൻഷൻ കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പത്തനാപുരം ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KO ലാൽസൺ നേതൃത്വം നൽകിയ ചടങ്ങിൽ സബ് എഞ്ചിനീയർമാരായ അലക്സാണ്ടർ, മനോജ് കുമാർ, ജയറാം, യൂണിറ്റ് സെക്രട്ടറി കണ്ണൻ, പ്രസിഡന്റ് പ്രസാദ് എന്നിവർ സംസാരിച്ചു. KSEB ജീവനക്കാർക്കൊപ്പം നിരവധി നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഒടുവിൽ പാലത്തിൽ പട്ടാളം ഇറങ്ങുന്നു. ഏനാത്ത് ബെയിലി പാലം നിർമ്മിക്കാനുള്ള പരിശോധനയ്ക്കായി സൈന്യമെത്തി. പട്ടാള പാലത്തിനായി വിയർപ്പൊഴുക്കിയത് കൊടിക്കുന്നിൽ സുരേഷ് MP. മരമൺ കൺവെൻഷന് നാളെ തുടക്കം. കൺവെൻഷനിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഭാഷകരെത്തും. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇനി താലൂക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ. പുനലൂർ താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പ് മെയ് 13-ന്. ഇവിടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. 2ാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം.
രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634. മനോഹരവും ഉറപ്പുള്ളതുമായ ഫർണിച്ചറുകൾ സ്വന്തം പണിശാലയിൽ മാത്രം നിർമ്മിച്ചു നൽകുന്നു. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. എല്ലാവിധ തടികളും ഉരുപ്പിടികളും മൊത്തമായും ചില്ലറയായും മിതമായ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. ആവണീശ്വരം നെടുവന്നൂർ താന്നിയപ്പൻകാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 2017 ഫെബ്രുവരി 27 തീയതി തിങ്കളാഴ്ച മുതൽ മാർച്ച് 8 തീയതി ബുധനാഴ്ച വരെ മഹാശിവപുരാണ യജ്ഞം നടക്കും. പ്രശസ്ത യജ്ഞാചാര്യൻ കൊയ്പ്പള്ളി ശശി പാവുമ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫെബ്രുവരി 27 വൈകിട്ട് 6:15 മേൽശാന്തി ഗോപൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ തന്ത്രി വെട്ടിക്കവല കോക്കളത്തുമഠത്തിൽ ബ്രഹ്മശ്രീ മാധവര് ശംഭുപോറ്റി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഭക്തസഹസ്രങ്ങൾക്ക് സായുജ്യമേകി മഹാശിവപുരാണ യജ്ഞത്തിന് തുടക്കമാകും. വരൂ, ഈ ആത്മീയ അനുഭവത്തിൽ പങ്കാളിയാകൂ.